കയർഫെഡിൽ നിന്ന് വിരമിച്ച ജീവനക്കാർ സമരത്തിലേക്ക്. റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സമരത്തിലേക്ക് പോകുന്നതെന്ന് വിരമിച്ച ജീവനക്കാർ അറിയിച്ചു. കയർഫെഡിലെ വിരമിച്ചവരുടെ കൂട്ടായ്മ പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ്. സർവീസിൽ നിന്നും വിരമിച്ച് 8 വർഷം പിന്നിട്ടിട്ടും റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സമരം ആരംഭിക്കുന്നതെന്ന് കയർഫെഡിൽ നിന്നും വിരമിച്ചവരുടെ കൂട്ടായ്മയുടെ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കയർഫെഡിൽ ദീർഘകാലം ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത കഴിഞ്ഞ 8 വർഷമായിട്ട് റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഭാഗികമായി മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പൂർണ്ണമായി കൊടുക്കാത്തതുണ്ട്. കാരണം കയർഫെഡിലെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ചെല്ലാം എല്ലാവർക്കും അറിവുള്ളതാണ്. കാരണം ശമ്പളം കുറവും അതേപോലെ തന്നെ പെൻഷൻ ആയതിനു ശേഷം കിട്ടുന്ന PF പെൻഷൻ എന്ന് പറയുന്ന നാമമാത്രമായതാണ്. കാരണം നമുക്കൊക്കെ അറിയാം, PF പെൻഷനെ സംബന്ധിച്ചെല്ലാം ഇപ്പോൾ വലിയൊരു പ്രചാരണം നടക്കുന്നുണ്ട്. ഹൈക്കോടതി വിധിയെ പോലും മാറ്റിമറിച്ചുകൊണ്ടുള്ള പ്രോറേറ്റൊക്കെ നടപ്പിലാക്കി ചെറിയൊരു പെൻഷനാണ് കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധമായി കിട്ടാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ കാര്യങ്ങൾ സമയബന്ധമായി തന്നെ 8 വർഷമായി കൃത്യമായി മാനേജ്മെൻറ്റിനെ പല പ്രാവശ്യം കണ്ട് സംസാരിച്ചു. കൊടുത്ത റിക്വസ്റ്റുകൾ മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. പല പ്രാവശ്യങ്ങളായി ബന്ധപ്പെട്ട മുഴുവൻ ആളെയും കൊടുത്തു. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി അടക്കമുള്ള CM വിത്ത് മീ അടക്കമുള്ള പരിഹാര സെല്ലിലെല്ലാം പരാതികൾ കൊടുത്തിട്ടും ഒരു പരിഹാരവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. കാരണം നമുക്കറിയാം, ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, വളരെ നാമമാത്രമായ ആനുകൂല്യം വാങ്ങിച്ചുകൊണ്ടിരുന്നവർ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, കാരണം നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യത്തിന് ആനുപാതികമാകുമ്പോൾ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളും കുറവായിരിക്കും, സംശയമൊന്നുമില്ല. പക്ഷേ അതും സമയബന്ധിതമായി കിട്ടാതെ വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് ശമ്പളം കൊടുക്കുമ്പോൾ ഒരാൾക്ക് തന്നെയെങ്കിലും ഈ ബെനിഫിറ്റ് അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് ഒരാൾക്ക് ഒരു മാസത്തിൽ ഒരാൾക്ക് കൊടുക്കും. അതുപോലും ചെയ്യാൻ മാനേജ്മെൻറ്റ് തയ്യാറില്ല. കാരണം റിട്ടയർ ചെയ്ത് പോകുന്ന ജീവനക്കാരൻ അങ്ങ് പൊക്കോണം, അവന് കൊടുക്കാനുള്ള ആനുകൂല്യത്തെ സംബന്ധിച്ച് ഒരു ചർച്ചയും നടത്തണ്ടാലേ ഇവിടെ വന്ന് കാണേണ്ടെന്നുള്ള നിലപാടാണ് കയർഫെഡ്. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിയമാനുസൃതമായി പിടിച്ച PF വിഹിതം കൃത്യമായി അടയ്ക്കാത്തതിനാൽ ആ വഴിക്കുള്ള ആനുകൂല്യം പോലും പലർക്കും നിഷേധിക്കപ്പെടുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. സാമ്പത്തികമില്ലെന്നാണ് മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം. ആനുകൂല്യങ്ങൾ ലഭിക്കാതെ മരിച്ചവരും ഗുരുതരമായ രോഗം ബാധിച്ച് ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ കഴിയാത്തവരും നിലവിലുണ്ട്. ഇവരെ സഹായിച്ചേ മതിയാകും. വാർത്താ സമ്മേളനത്തിൽ MP നാരായണൻ നായർ, ബെന്നി P കുര്യാക്കോസ്, R ബീന, KM സുദർശനൻ, D സജീവ് എന്നിവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.